പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നിലപാട് വ്യക്തമാക്കി മുനമ്പം സമരസമിതി. മുനമ്പം ആവർത്തിക്കാതിരിക്കാൻ വോട്ട് ചെയ്യണമെന്ന ആഹ്വാനം. പാലക്കാട് മുനമ്പം പ്രതിഫലിക്കുമെന്നും മുനമ്പം സമരസമിതി നേതാവ് സിജി ജിൻസൺ ജനം ടിവിയോട്. സമരത്തിന് ജനശ്രദ്ധ നൽകിയത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ്. മുസ്ലിം ലീഗ് ഇപ്പോൾ നടത്തുന്നത് രാഷ്ട്രീയ നാടകമെന്നും സമരസമിതി. കിടപ്പാടം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മുനമ്പത്തെ ജനത നടത്തുന്ന സമരം 38 ദിവസം പിന്നിടുമ്പോഴും അധികൃതർ അത് കണ്ടതായി നടിക്കുന്നില്ല. ഇതിനിടയിൽ ചില രാഷ്ട്രീയ നാടകങ്ങൾക്കുള്ള ശ്രമങ്ങൾ അണിയറയിൽ നടക്കുകയും ചെയ്യുന്നു. ഇതേ സാഹചര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ചർച്ച, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കങ്ങളെല്ലാമുള്ള സാഹചര്യത്തിൽ ഈ സമരസമിതിയുടെ നേതൃസ്ഥാനത്തുള്ള സിജി ജിൻസൺ, ഒപ്പം തന്നെ ഈ ഇടവകയുടെ സെക്രട്ടറി കൂടിയാണ് സിജി, ഈ സമരം കൂടുതൽ ശക്തമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിലാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ അതൊരു സമവായത്തിൻ്റെ നീങ്ങുന്നു. ഇതിനെയൊക്കെ എത്രമാത്രം വിശ്വാസത്തിലെടുക്കുന്നുണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ? സമവായം, ഈ വിഷയത്തിൽ സമവായം ഇല്ലല്ലോ. അത് നമ്മ മുനമ്പം ജനത നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു വിഷയത്തിൽ സമവായം എന്നൊരു വാക്കില്ല. കാരണം നമ്മുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ച് കിട്ടണം, അതാണ് നമുക്കിപ്പോൾ വേണ്ടത്. പിന്നെ ഇപ്പോൾ ഇലക്ഷന് മുന്നോടിയായുള്ള പല വിസിറ്റുകളും നമ്മൾ കാണുന്നുണ്ട്. പണ്ട് ജനങ്ങൾ മണ്ടന്മാരായിരുന്നു, ഇപ്പോൾ ആളുകൾ വാർത്തകൾ കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര നാളും ഇല്ലാത്ത വിസിറ്റുകളൊക്കെ പല രാഷ്ട്രീയ പാർട്ടികൾ നടത്തുമ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ്. ആ കണ്ടുമുട്ടലുകളൊന്നും മുനമ്പം ജനതയ്ക്ക് മുന്നിൽ വിലപ്പോവില്ല. കാരണം ഇത്ര വർഷം ഉണ്ടായിട്ടൊന്നും ഈ ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്ര നാളില്ലാത്ത ഒരു വരവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇലക്ഷന്റെ ഒരു പ്രകസനമാണെന്ന് ഈ മുനമ്പം ജനത വിശ്വസിക്കുന്നുള്ളൂ. മാത്രമല്ല, ഈ ലീഗ് നടത്തുന്ന ഇടപെടലുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ലത്തീൻ കത്തോലിക്ക സഭയുടെ നേതൃത്വമായി ബിഷപ്പുമാരുമായിട്ടൊക്കെ ചർച്ച നടത്തുകയൊക്കെ ചെയ്യുന്നത് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് അതിന്റെ വോട്ടിംഗ് മാത്രം മുന്നിൽ കണ്ടുള്ള നീക്കങ്ങളായിട്ടല്ലേ നമുക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ ഈ സാഹചര്യത്തിൽ? അത് ഏത് മനുഷ്യനും അത് മനസ്സിലാകുന്നതല്ലേ, ഏതൊരു കുഞ്ഞിനും മനസ്സിലാകും. ഇത്ര നാളും മുസ്ലിം ലീഗ് ഇപ്പം ഉണ്ടായ സംഘടനയല്ല, നേരത്തെ ഉണ്ടായ സംഘടനയാണ്. ഇത്ര വർഷമായിട്ട് ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ മുസ്ലിം ലീഗ് ഇന്നലെ അറിഞ്ഞു വെക്കണതല്ലോ. അപ്പോൾ ഇലക്ഷൻ തന്നെയാണ് എല്ലാവരുടെയും മാനദണ്ഡം. അത് വെച്ചിട്ടാണ് അവർ കാണാൻ വന്നേക്കുന്നത് എല്ലാവരെയും. ഇത് ആളുകൾ ശരിക്കും മനസ്സിലാക്കില്ലേ? കാരണം ഈ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ രണ്ട് മുന്നണികളുടെയും ഒരു ഇരട്ടത്താപ്പ് സമീപനം അവർ മനസ്സിലാക്കി തന്നെയായിരിക്കില്ല ഈ തെരഞ്ഞെടുപ്പിനെ അവർ നേരിടാൻ പോകുന്നത് പാലക്കാട് വോട്ടർമാരും. പാലക്കാട് വോട്ടർമാരും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് വിശ്വാസം. കാരണം ഇപ്പോൾ ഇതെല്ലായിടത്തും ബാധിച്ചിരിക്കുന്നത് കൊണ്ട്, ഇന്ന് ഞങ്ങൾക്കാണെങ്കിൽ നാളെ അവർക്കാണെന്ന് അവർക്കൊരു ബോധ്യമുള്ളത് കൊണ്ട് മിക്കവാറും എല്ലാവരും അത് അവരുടെ വോട്ടിൽ കാണിക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളത്. കാരണം ഞങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കൊരു ഇലക്ഷൻ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആര് സഹായിക്കുന്നു അവരെ ഞങ്ങളിനി കാണുള്ളൂ. ബാക്കി ഒരു സ്ഥാനാർത്ഥി ഞങ്ങൾ കാണില്ല ഇനി. അത് ഞങ്ങൾ തീരുമാനിച്ചേക്കണേണ്. മുനമ്പം ജനതയുടെ തീരുമാനം അത് തന്നെയാണ്. ഇപ്പൊ നമുക്ക് മുന്നിൽ ഏത് ഘട്ടത്തിലും പിന്തുണയുമായി എത്തിയിട്ടുള്ളത് ആരാണ്? നമുക്ക് ഏത് ഘട്ടത്തിലും തുടക്കം മുതൽ നമ്മുടെ കൂടെ ഉള്ളത് BJP തന്നെയാണ്. നമുക്കതിനകത്ത് ഒന്നും പറയാനില്ല. BJP തന്നെയാണ് നമുക്ക് തുടക്കം മുതൽ ഉള്ളത്. അവർ തന്നെയാണ്. അവരുടെ സപ്പോർട്ട് നമുക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അവർ നമ്മൾ സംസാരിക്കുന്നുണ്ട്. നമുക്ക് ഐക്യദാർഢ്യം കേന്ദ്രമന്ത്രി വന്നതോടെയാണ് കൂടുതലും ഈ സമരം ശ്രദ്ധയിലോട്ട് പോയത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ തന്നെ BJP തന്നെയാണല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മനസ്സിൽ BJP നല്ലൊരു സപ്പോർട്ട് നമുക്ക് തന്നിട്ടുണ്ട് ഈ കാര്യത്തിൽ. തീർച്ചയായും അതൊക്കെ മനസ്സിലാക്കി വോട്ട് ചെയ്യുന്ന ഒരു സമൂഹം തന്നെയാണ് പാലക്കാട് ഉള്ളത്. പാലക്കാട് അങ്ങനെ ഒരു സമൂഹമുണ്ട്. അപ്പോൾ ആ സമൂഹം മനസ്സിലാക്കിയാൽ, കാര്യങ്ങൾ മനസ്സിലാക്കി വോട്ട് ചെയ്താൽ എല്ലാവർക്കും രക്ഷപ്പെടാം. അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലത്തെ ഗതി ഇനി അവർക്കായിരിക്കും ഉണ്ടാവുക. ഇടത് വലത് മുന്നണികളുടെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കുന്നവരാണ് സാധാരണ ജനത. പാലക്കാട് വോട്ടർമാരും അത്തരത്തിൽ തന്നെയുള്ള ഒരു തീരുമാനത്തിലേക്കാണ് പോകുന്നത്. തങ്ങൾ ആ കാര്യം മനസ്സിലാക്കി നാളെ കേരളത്തിന്റെ ഏത് ഭാഗത്തുള്ള ജനവിഭാഗത്തിനും അവർ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഇതുതന്നെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് സിജി. ഈ കാര്യം തന്നെ, അതേ അഭിപ്രായം തന്നെയാണ് സമരരംഗത്തുള്ള മുഴുവൻ ആളുകൾക്കും ഉള്ളതും. ക്യാമറാമാൻ മനോജിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.